ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു കൃഷിരീതിയാണ്. വളരെ കുറഞ്ഞ സ്ഥലത്ത് ആർക്കും കൃഷി ചെയ്യാൻ സാധിക്കുന്ന വെർട്ടിക്കൽ ടവറിൽ തീർത്തിരിക്കുന്ന പോട്ടാണ് ഇന്ന് കാണിക്കുന്നത്. ഹായ്, ഞാൻ സലു. ഇതുപോലുള്ള വ്യത്യസ്തമായിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഈ ഒരു കൃഷി രീതിയുടെ പ്രത്യേകത 10 സെൻറ്റിൽ ചെയ്യുന്ന കൃഷി നമുക്ക് 1 സെൻറ്റിൽ നമുക്ക് കൃഷി ചെയ്തെടുക്കാം എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ മുഴുവൻ നമ്മൾ പറയുന്നത്. അതുമാത്രമല്ല, അതേ ഈൽഡ് തന്നെയാണ് 10 സെൻറ്റിൽ നമുക്ക് എങ്ങനെയാണോ ഈൽഡ് കിട്ടുന്നത് അതേ ഈൽഡ് തന്നെയാണ് ഈ 1 സെൻറ്റിൽ ഇതുപോലത്തെ ടവറുകൾ ഉപയോഗിച്ച് നമ്മൾ കൃഷി ചെയ്യുവാണെങ്കിൽ. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇന്നത്തെ വീഡിയോയിൽ കാണാം. ഈ ഒരു കൃഷിരീതി മറ്റുള്ളവരിലേക്ക് എത്തിക്കുക എന്ന ആശയത്തോടു കൂടി തുടങ്ങിയ ഒരു കമ്പനിയാണ് biofloxindia.co. പലപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, നമുക്ക് കൃഷി ചെയ്യാനായിട്ട് വളരെ ഇൻട്രസ്റ്റ് ഉണ്ട്, പക്ഷേ നമുക്ക് സ്ഥലമില്ല എന്നുള്ളത്. അപ്പോൾ സ്ഥലപരിമിതികൾ മനസ്സിലാക്കി ബയോഫ്ലോക്സ് തന്നെ നമ്മളുടെ വീടുകളിൽ ഇതുപോലത്തെ ടവറുകൾ എത്തിച്ചു കൊടുക്കുന്നതാണ്. അപ്പം അതിൻ്റെ അകത്ത് അവർ തന്നെ പ്ലാന്റ് ചെയ്യും. അതുപോലെ പോട്ടിംഗ് മിക്സ് എല്ലാം അവരുടെ ഒരു പ്രത്യേക രീതിയിലാണ് പോട്ടിംഗ് മിക്സ് വരുന്നത്. ടവറുകൾ ആവശ്യമുള്ളവർക്ക് അവരെ കോൺടാക്ട് ചെയ്യാം. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവരുടെ കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട്. ഞാൻ പാറയ്ക്കൽ യോൾ ഫാമിംഗ് ടെക്നോളജിയുടെ ഡയറക്ടറാണ്. ഞാൻ നിങ്ങളിപ്പോൾ കാണിച്ചു തരുന്ന ഒരു പുതിയ കൃഷി രീതിയാണ് വെർട്ടിക്കൽ ഫാമിംഗ് അഥവാ ഹൈ ഡെൻസിറ്റി ഫാമിംഗ്. ഇത് നെടുമ്പാശ്ശേരി എയർപോർട്ടിനടുത്തോട്ട് പോകുന്ന വഴിക്ക് ഹൈവേയിലാണ് സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത്. ഇവിടുത്തെ ഒരു പ്രത്യേകത, നമ്മൾക്ക് ഈ ഒരു കൃഷി രീതി ഇവിടെ വന്ന് നമുക്ക് കണ്ട് മനസ്സിലാക്കി ഇത് നമ്മളുടെ വീടുകളിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ എല്ലാ കാര്യങ്ങളും, ഇവിടുത്തെ സ്റ്റാഫാണെങ്കിൽ എല്ലാ കാര്യങ്ങളും നമുക്ക് പറഞ്ഞു തരുന്നതാണ്. ആദ്യം തന്നെ ഇവർ സീഡ്സ് സെലക്ട് ചെയ്യുന്ന സമയത്ത് നല്ല ക്വാളിറ്റി ഉള്ള സീഡ്സ് ഇവിടെ തന്നെ പ്രൊപ്പഗേറ്റ് ചെയ്ത് നല്ല രീതിയിൽ വളർത്തി കൊണ്ടുവരികയാണ് ആദ്യത്തെ ഒരു സ്റ്റെപ്പ്. രണ്ടാമത്തെ സ്റ്റെപ്പ് ഇതുപോലത്തെ 2 ഫീറ്റിലും 4 ഫീറ്റിലും 6 ഫീറ്റിലും ഒക്കെ വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള ടവറുകളാണ്. അപ്പം ഈ ടവറുകളിലേക്ക് ഈ പ്ലാന്റ്സ് പ്രത്യേക രീതിയിലാണ് ഇത് നടുന്നത് തന്നെ. ഒരു ചരിച്ച ഒരു രീതിയിലാണ് ഇത് നടുന്നത്. അതുമാത്രമല്ല, നടുക്കായിട്ട് ഒരു പൈപ്പ് കൊടുത്തിട്ടുണ്ട്. അതിൽ വന്നിട്ട് ചെറിയ ചെറിയ ഹോൾസും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലൂടെ വേണം നമ്മൾ വെള്ളം ഒഴിക്കാനായിട്ട്. അപ്പം ആ ഹോൾസ് വഴി എല്ലായിടത്തും എല്ലാ പ്ലാന്റ്സിനും വെള്ളം എത്തിക്കുന്ന രീതിയിലാണ് അത് ചെയ്തിരിക്കുന്നത്. ഞാൻ നിങ്ങളൊരു സംഭവം കാണിച്ചു തരാവേ. ഇത് വെർട്ടിക്കൽ ഗാർഡനാണ്. നമ്മുടെ നാട്ടിൽ വലിയ പ്രചാരത്തിലൊന്നുമില്ല. കണ്ടോ, ഇത് ഒരു ടവറിൽ, അതായത് ഒരു കട നിൽക്കുന്നിടത്ത് നമുക്ക് 25-30 വെറൈറ്റികൾ വേണമെങ്കിൽ നടാം. അല്ലെങ്കിൽ ഓരോ ഐറ്റത്തിലുള്ളത് മാത്രം 30 എണ്ണം നമുക്ക് നടാം. നോക്കി, ഇതിൽ വെള്ളരിയുണ്ട്, കുക്കുംബറുണ്ട്, അച്ചിങ്ങയുണ്ട്. ഇതാ ഒരു ടവറിൽ നോക്ക്, അച്ചിങ്ങ, വഴുതന, വെണ്ട എല്ലാം കൂടെയാണ് ഇതിൻ്റെ അകത്ത് വരുന്നത് കേട്ടോ. കാരണം നോക്ക്, ഇതിനൊക്കെ ഒരുപാട് വിളവെടുപ്പ് നമുക്ക് കഴിഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്, നടന്നുകൊണ്ടിരിക്കുന്നതാണ്. ഇതാ ഇതിൽ മധുരക്കിഴങ്ങ് കണ്ടോ, മധുരക്കിഴങ്ങ് നട്ടിട്ടുണ്ട്. ഒരു സെൻറ്റ് സ്ഥലത്ത് 10 സെൻറ്റിൽ കൃഷി നമുക്കവിടെ ചെയ്തെടുക്കാം. അത്രയും വിളവ് കൊടുക്കാം, ചെയ്യുക എന്ന് മാത്രമുള്ളതല്ല. ഇതൊരു വേറെ ടവറാണ്. ഇതിനകത്ത് വയലറ്റ്, വഴുതന, നോക്ക്, ഒരു കുമ്പളങ്ങ നമ്മൾ മേളിൽ കയറ്റി കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഏത് നമ്മുടെ മരത്തിലോട്ടോ എവിടേക്ക് വേണമെങ്കിലും നമ്മൾ കയറ്റി കൊടുക്കാം. നോക്ക്, ഒരു ടവറിൽ നിൽക്കുന്നത് നോക്ക്, വെണ്ട. നമ്മുടെ വീട്ടിൽ വിഷമില്ലാത്ത പച്ചക്കറികൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇത് നോക്ക്, കടക്കേന്ന് തുടങ്ങിയാണ് ഈ കയറുന്നത് ഉണ്ടോ. ഇതിന് മുകളിൽ മിക്സ് ചെയ്തിട്ട് നമ്മൾ വഴുതന, വെണ്ട എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുണ്ട്. കണ്ടോ, ഇതിനിടയ്ക്കൊക്കെ വഴുതന കിടക്കുന്നുണ്ട്, നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. ഇത് ഇനി അടുത്തത് ക്യാബേജ്. കണ്ടോ എത്ര എണ്ണം ഉണ്ടെന്ന് നോക്ക്. ഒരു ടവറിൽ നിൽക്കുന്നത് 22 എണ്ണമാണ് നിൽക്കുന്നത്. കണ്ടോ. ഇനി ക്യാരറ്റ് നോക്ക്, ഒരു ടവറിൽ ക്യാരറ്റാണ്. അതിൽ നമ്മൾ മിക്സ് ചെയ്ത് നമുക്ക് എന്ത് സാധനങ്ങളും നമുക്ക് നടാം കേട്ടോ. ക്യാരറ്റ് നിൽക്കണുണ്ടോ. ഇതാ അടുത്ത ടവറിൽ നോക്ക്, കെയിലുണ്ട്, കോളിഫ്ലവർ ഉണ്ട്, ക്യാബേജ് ഉണ്ട്, അച്ചിങ്ങയുണ്ട്. കണ്ടോ, നോക്ക്, മുളക് തൈയാണിത്. കണ്ടോ എത്ര മുളകുണ്ട് നോക്ക്. കണ്ടോ, അടുത്ത ടവറിൽ നിൽക്കുന്ന മുളക് വേറൊരു വെറൈറ്റിയാണ്. ഇനി നിങ്ങൾക്ക് ഞാൻ തക്കാളി കാണിച്ചു തരാവേ. തക്കാളി കണ്ടോ, നമുക്ക് കുറച്ചല്ല ഇത് നിൽക്കുന്നത് കേട്ടോ.
ഇത് നമ്മൾ പറിച്ചെടുത്തിട്ട് നോക്ക് എല്ലാത്തിലും മുട്ടിട്ട് കണ്ടോ. ഇത് ക്യാബേജിൻ്റെ കൾട്ടിവേഷനെ കുറിച്ച് പറയാനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 120 ദിവസം ആണ് ഒരു ടൈം എടുക്കുന്നത്. ക്യാബേജ് നട്ട് അത് പാകമാവുമ്പോൾ, അതായത് കഴിക്കാനുള്ള പാകത്തിലേക്ക് എത്തുന്നതിന് 120 ദിവസമാണ് എടുക്കുന്നത്. പിന്നെ അത് കൾട്ടിവേറ്റ് ചെയ്യണത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ ടവർ അനുസരിച്ചിട്ട് അതിന് എണ്ണത്തിൽ വ്യത്യാസം ഉണ്ടാവും. ഇപ്പോൾ 2 അടിയുടെ ടവറാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു 10-12 തൈകൾ നമുക്ക് അതിനകത്ത് വെക്കാം. ഒരുപാട് തിങ്ങി നിറച്ച് വെക്കാണ്ട് ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തിട്ട് വെക്കണമായിരിക്കും എപ്പോഴും നല്ലത്. ഓരോ ചെടികൾക്കും ആ ഒരു ഡിസ്റ്റൻസിൻ്റെ കാര്യത്തിൽ വ്യത്യാസം ഉണ്ടായിരിക്കും. 4 അടിയുടെ ടവറാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 20 മുതൽ 25 തൈകൾ നമുക്ക് വെക്കാൻ പറ്റും. 2 അടി മുതൽ 6 അടി ഉയരമുള്ള ടവേഴ്സാണ് ഇവിടെ ചെയ്തു കൊടുക്കുന്നത്. അപ്പോൾ ഒരു 10-12 മുതൽ 60 തൈകൾ വെക്കാനായിട്ട് സാധിക്കും ഈ ടവറുകളുടെ ഹൈറ്റ് അനുസരിച്ച് പോകുമ്പോൾ. പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ടെക്നോളജിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്ഥലം ഇല്ലാത്ത ആളുകൾക്ക് വളരെ ബെനിഫിറ്റ് ആയിരിക്കും. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സെൻറ്റ് ഭൂമിയിൽ നമുക്ക് ഒരു 10 സെൻറ്റിൽ എന്തോരം കൃഷി ചെയ്യാൻ പറ്റുമോ അത്രയും നമുക്കൊരു സെൻറ്റിൽ നമുക്ക് കൃഷി ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. പിന്നെ മുറ്റത്ത് സ്ഥലം കുറവുള്ള ആളുകളാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടെറസിൽ കൾട്ടിവേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് 2 അടി ടവറുകൾ ഉപയോഗിക്കാവുന്നതാണ്. കാരണം കുറച്ചുകൂടെയൊക്കെ ഭാരം കുറവായിരിക്കും. ഈ ടവറുകളെല്ലാം തന്നെ കമ്പാരിറ്റീവ്ലി ഭാരം കുറവാണ്. സോയിലിൻ്റെ അളവ് വളരെ കുറച്ച് ഉപയോഗിക്കുന്ന കാരണം കൊണ്ട് ഭാരം കുറവായിരിക്കും. അപ്പോൾ ടെറസിലേക്ക് കൂടുതൽ നമ്മൾ പ്രിഫർ ചെയ്യുന്നത് 2 അടിയുടെ ടവറുകളാണ്. പിന്നെ ഒരു വീട്ടിലേക്ക് ഇപ്പോൾ ഒരു 10 ടവറൊക്കെ ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആവശ്യത്തിലധികം നമുക്ക് ഈൽഡ് നമുക്ക് ദിവസം കിട്ടും. ഓരോരുത്തരുടെ റിക്വയർമെൻറ്റ്സ് അനുസരിച്ചിട്ട് നമുക്ക് എത്ര ടവർ വേണമെങ്കിലും വെക്കാം. പിന്നെ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ടവറിൽ തന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പല വെറൈറ്റി, ഇപ്പോൾ ഒരു ടവറിൽ ഒരു 2 അടി ടവറിൽ നമുക്ക് 12 പ്ലാന്റ്സ് വെക്കാൻ പറ്റുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് 12 ടൈപ്പ് പ്ലാന്റ്സ് നമുക്ക് വെക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ തക്കാളിയുടെ തന്നെ പല വെറൈറ്റികളുണ്ടാവും. നമ്മൾ ഹൈബ്രിഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് ചൂസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ തക്കാളി തന്നെ പല വെറൈറ്റീസ് ഉണ്ടാവും. അത് തന്നെ നമുക്ക് ഒരു ടവറിൽ തന്നെ വെക്കാം. പിന്നെ ഹൈബ്രിഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് ചൂസ് ചെയ്യാനുള്ള കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡിസീസ് ഉണ്ടാവാനുള്ള ചാൻസസ് കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും. പിന്നെ ഈൽഡ് കുറച്ചുകൂടിയും കിട്ടാനായിട്ട് ഇത് സഹായിക്കാനുണ്ട്. പിന്നെ കുറച്ച് നാളധികം ലാസ്റ്റ് ചെയ്യുന്ന പച്ചക്കറികളിൽ പെട്ടതാണ് ഈ മുളക്, അതുപോലെ തന്നെ ബ്രിഞ്ചാളൊക്കെ. കമ്പാരിറ്റീവ്ലി നമ്മുടെ ഇപ്പോൾ പയറൊക്കെയാണെന്ന് പറഞ്ഞു കഴിയുമ്പോൾ അതിന് വളരെ ഇതിനെ കമ്പയർ ചെയ്യുമ്പോൾ പെട്ടെന്ന് അതിൻ്റെ ഒരു ലൈഫ് സൈക്കിൾ കഴിയും. അപ്പോൾ നമുക്കത് കഴിയുമ്പോൾ അടുത്ത പ്ലാന്റ് അവിടെ പ്ലാന്റ് ചെയ്യാം. ഇതെന്ന് കുറച്ച് അധികം നാൾ നിൽക്കണമെന്നാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുളക്, ബ്രിഞ്ചാളൊക്കെ നല്ലതായിരിക്കും. കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് കുറേ നാളത്തേക്ക് വിളവൊക്കെ നമുക്ക് ലഭിക്കും. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു ടവറിൽ തന്നെ വേണമെങ്കിൽ മുളക് വയ്ക്കാം, ബ്രിഞ്ചാൾ വയ്ക്കാം, ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് ചെയ്യാം. പിന്നെ 2 ഫീറ്റിൻ്റെ ടവറിലാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 12-16 തൈയൊക്കെ നമുക്ക് വെക്കാൻ പറ്റും. 4 ഫീറ്റിനെ ആണെങ്കിൽ അതനുസരിച്ചിട്ട് കൂടും. സാധാരണ ഒരു വീട്ടിലേക്ക് 2 ഫീറ്റിനായാലും കുഴപ്പമില്ല. കൊമേഴ്ഷ്യലായിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ 4 അടിയുടെയും 6 അടിയുടെ ടവറൊക്കെ നല്ലതാണ്. പിന്നെ ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ മുളകിലും അതുപോലെ തന്നെ ബ്രിഞ്ചോളും പല വെറൈറ്റി ഉണ്ട്. ഇപ്പോൾ ബ്രിഞ്ചോളാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വയലറ്റ് കളർ റൗണ്ട് ഷേപ്പ് ഉണ്ട്, പിന്നെ അതിൻ്റെ ലോങ് ഉണ്ട്, പിന്നെ ഗ്രീൻ്റെ തന്നെ റൗണ്ട് ഉണ്ട്, ലോങ് ഉണ്ട്, വൈറ്റ് കളറിലുള്ള റൗണ്ട് ബ്രിഞ്ചോളുണ്ട്. പല വെറൈറ്റീസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഒരു ടവറിൽ തന്നെ ഈ പല വെറൈറ്റീസും വെക്കുകയാണെങ്കിൽ കാണാനും കൂടി കുറച്ചുകൂടി ഭംഗിയുണ്ടാവും. അത് പല ഷേപ്പിലുള്ളതും ബ്രിഞ്ചോള് ഒരു ടവറിൽ തന്നെ വന്നു കഴിയുമ്പോൾ കാണാൻ കുറച്ചുകൂടി ഭംഗിയുണ്ടാവും. അങ്ങനെയും ചെയ്യാം. ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ചിട്ട് നമുക്കങ്ങനെ ചെയ്യാം. അടുത്ത വെജിറ്റബിൾ ക്യാരറ്റാണ്. ക്യാരറ്റ് നമ്മൾ നട്ട് വിളവെടുക്കാനായിട്ട് ഒരു 70 തൊട്ട് ഒരു 80 ദിവസത്തോളമാണ് അതിൻ്റെ ആ ഒരു ടൈം പീരീഡ്. ക്യാരറ്റിൻ്റെ സാധാരണ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഗ്രോ ബാഗുകളിലൊക്കെയാണ് ക്യാരറ്റ് നടുന്നത്. അപ്പോൾ കൂടി വന്നിട്ടുണ്ടെങ്കിൽ 2-3 തൈകളാണ് നമുക്കൊരു ഗ്രോ ബാഗിൽ തന്നെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് കിട്ടുന്നത് അത്രേ ഉണ്ടാവുള്ളൂ. പക്ഷേ നമ്മൾ ഈ ടവറിൽ ചെയ്യുമ്പോൾ എന്താ ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ടവറിൻ്റെ ഹൈറ്റിനനുസരിച്ചിട്ട്
ഇപ്പോൾ 4 ഫീറ്റിലൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 20-25 തൈകൾ നമുക്ക് ഒരു ടവറിൽ തന്നെ നടാം. അപ്പോൾ നമുക്ക് അത്രയും എണ്ണം കൂടുതലാണ് കിട്ടുന്നത്. അപ്പോൾ ക്യാരറ്റ് കൾട്ടിവേറ്റ് ചെയ്യാനായിട്ട് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു കൃഷി രീതിയായിരിക്കും. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഗ്രോ ബാഗിൽ ചെയ്യുമ്പോൾ നമ്മൾ കൂടുതൽ എത്രത്തോളം എന്താ പറയുക മണ്ണും വളവും ഒക്കെ നമ്മൾ ഉപയോഗിച്ചാലും അതിൽ നിന്ന് കിട്ടുന്നത് ഒരു ലിമിറ്റഡ് നമ്പർ ആയിരിക്കും ഉണ്ടാവുന്നത്. പക്ഷെ നമ്മളിവിടെ സെയിം മണ്ണും വളവും സെയിം എമൗണ്ട് മണ്ണും വളമൊക്കെയാണ് നമുക്ക് ടവറിൽ ഉപയോഗിക്കുന്നത്. പക്ഷെ ഈ ഗ്രോ ബാഗിൽ വെക്കുന്നതിനേക്കാളും കൂടുതൽ തൈകൾ നമുക്ക് വെക്കാൻ പറ്റും. ആ സെയിം എമൗണ്ടിൽ തന്നെ നമുക്ക് ഒരുപാട് വിളവും കിട്ടും. നമുക്ക് ഈ ഒരു ടവർ ഫാമിങ്ങിൽ എല്ലാ വെജിറ്റബിൾസും നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ കൊത്തമരി ആയാലും അമരപ്പയറായാലും നമുക്കിതുപോലെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് കുറ്റിയായിട്ടുള്ള ചെടികൾ, കുറ്റിയായിട്ട് നിൽക്കുന്ന ചെടി, അതായത് ഒരുപാട് പടർന്ന് പന്തലിക്കാത്ത ടൈപ്പാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ എന്താ ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കൊത്തമരി ആയാലും അമര ആയാലും ആ ഒരു ടവറിൽ തന്നെ അങ്ങ് നിൽക്കും. അപ്പോൾ അതൊരു കാണാൻ വളരെ ഭംഗിയുണ്ടായിരിക്കും. ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് സ്പേസ് ഒരുപാട് സേവ് ചെയ്യാനായിട്ട് പറയുന്നത്. അതല്ല പടരണ ടൈപ്പാണെന്ന് ഉപയോഗിക്കണമെങ്കിൽ ഒരുപാട് സ്പേസ് വേണ്ട വരും ഇതിനെ പടർന്ന് കയറി പോകാനൊക്കെ ആയിട്ട്. അപ്പം അങ്ങനെ സ്പേസ് ഇല്ലാത്ത സാഹചര്യം വന്നു കഴിയുമ്പോൾ ഒരു ഒറ്റ സ്ഥലത്ത് മാത്രമായിട്ട് ഇത് വളരെ ഭംഗിയായിട്ട് പടർന്ന് നിൽക്കുകയും ചെയ്യും, ഒരുപാട് ഈൽഡ് കിട്ടുകയും ചെയ്യും. അതാണ് ഈ കൊത്തമരയും അതുപോലെ തന്നെ അമരപ്പയറൊക്കെ നിൽക്കണ കാണാൻ തന്നെ വളരെയധികം ഭംഗിയായിരിക്കും. നട്ട് കഴിഞ്ഞിട്ട് ഒരു 2-3 മാസം കഴിയുമ്പോഴേക്കും അതിന് മുന്നേ തന്നെ പൂവിട്ട് തുടങ്ങും. അതിനുശേഷം കായ ഉണ്ടായി തുടങ്ങും. അപ്പം നമ്മൾ ഇവിടെ നട്ടിരിക്കുന്ന കൊത്തമരയും അമരയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ ഡിസംബറിൽ നട്ടതാണ്. സോ അത് നട്ട് ഒരു 2 മാസം കഴിഞ്ഞപ്പോഴത്തേക്കും അതിൽ നിന്ന് 2 മാസം വേണ്ട, അതിന് മുന്നേ പൂവിട്ട് തുടങ്ങും. ഇപ്പോഴും നമുക്ക് അതിൽ നിന്ന് അമരപ്പയറൊക്കെ കിട്ടുന്നുണ്ട്. കൊത്തമര ആയാലും നമ്മൾ ദിവസവും എടുക്കാനുള്ള രീതിയിൽ നമുക്ക് കിട്ടാറുണ്ട്. പിന്നെ ഏത് പ്ലാന്റ് നമ്മൾ ടവറിൽ വെക്കുമ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞു ഏത് പ്ലാന്റ്സും നമുക്ക് അത് കൾട്ടിവേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതായത് പടരണ ടൈപ്പ്. ഇപ്പോൾ പടരണ ടൈപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ടെറസൊക്കെ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടെറസിലേക്ക് നമുക്ക് ഈ ടവറിൻ്റെ മുകൾ ഭാഗത്ത് പടരണ ടൈപ്പ് നമ്മൾ കൾട്ടിവേറ്റ് ചെയ്യുകയാണെങ്കിൽ അത് മുകളിലോട്ട് പടർന്ന് കയറിക്കോളും. അപ്പോൾ താഴെയുള്ള സ്പേസിൽ നമുക്ക് അല്ലാത്ത ചെടികൾ നമുക്ക് നടാം. മുളകോ അതുപോലെ തന്നെ വഴുതനയോ തക്കാളിയോ ഒക്കെ നടാം. അപ്പം അതിന് സൂര്യപ്രകാശം കിട്ടാനായിട്ട് ശ്രദ്ധിച്ചാൽ മതി. എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് സൂര്യപ്രകാശം എന്ന് പറയുന്നത്. നല്ല രീതിയിൽ സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലമാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും ഉചിതമായിരിക്കും ഇത് ചെയ്യാനായിട്ട്. വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മനുഷ്യന്മാർ ഡെയിലി ഫുഡ് കഴിക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെയാണ് ഈ ചെടികളും. അവർക്കും ഡെയിലി ഫുഡ് വേണം അവരുടെ ആ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഗ്രോത്തിനും നല്ല ഈൽഡ് ഉണ്ടാവാനൊക്കെ ആയിട്ട്. അപ്പോൾ ചെടികൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വന്തമായിട്ട് ഫുഡ് പാകം ചെയ്ത് നമ്മൾ ആ ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവരെ കുറച്ചും കൂടി ഒന്ന് ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ എക്സ്റ്റേണൽ ആയിട്ട് കൊടുക്കുന്ന ഫുഡ് എന്ന് പറയുന്നത്. അത് നമ്മൾ ചെയ്യുന്നത് ലിക്വിഡ് ആയിട്ടുള്ള ഫെർട്ടിലൈസേഴ്സാണ് ഉപയോഗിക്കുന്നത്. ടവർ ആയതുകൊണ്ട് നമുക്ക് ലിക്വിഡ് ഫെർട്ടിലൈസർ ആയിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ അത് നമ്മൾ ഒന്നിടവിട്ട ദിവസങ്ങളിൽ പല ലിക്വിഡ് ഫെർട്ടിലൈസേഴ്സും മാറി മാറി ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ അത് നമ്മൾ തണ്ടുകളിലും ഇലയിലും വേരുകളിലും ഒക്കെ ഒരേപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കണം. അത് നല്ല വളർച്ചയ്ക്കും സഹായിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ പലതരത്തിലുള്ള കീടങ്ങൾ ഈ ചെടികളിൽ വരാം. കൂടുതലായിട്ടും ചെടി നട്ട് വളരുന്ന സ്റ്റേജിലാണ് കൂടുതലും കീടങ്ങൾ കണ്ടുവരുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എപ്പോഴും പറയുന്നത് ഒരു ടവർ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു 1-2 ദിവസം കഴിഞ്ഞ ശേഷം അത്യാവശ്യം വേരൊക്കെ പിടിച്ച് കഴിഞ്ഞ ശേഷം നമ്മൾ ഈ ഫെർട്ടിലൈസർ ഉപയോഗിക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യണം. ഫെർട്ടിലൈസർ എന്ന് പറയുന്നത് വേറൊന്നുമല്ല, നമ്മുടെ കിച്ചൺ വേസ്റ്റ് നമ്മൾ ലിക്വിഡ് ഫെർട്ടിലൈസറായിട്ട് മാറ്റിയിട്ട് ഒരു പ്രത്യേക അനുപാതത്തിലാണ് നമ്മളിത് അടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അത് കംപ്ലീറ്റ്ലി ഓർഗാനിക് ആണ്. അപ്പോൾ നമ്മളിത് ഒന്നിടവിട്ട ദിവസങ്ങളിൽ ഉപയോഗിക്കുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കീടശല്യം കുറയ്ക്കാൻ വേണ്ടിയിട്ടും നല്ല ഈൽഡ് ഉണ്ടാവാനും. നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് പൂ ഉണ്ടാവും, പക്ഷെ പലപ്പോഴും ഒന്നുകിൽ ആ പൂ പിടിക്കാതെ വരികയോ ഇനിയിപ്പോൾ പൂ പിടിച്ച് തന്നെ കായായിട്ട് മാറിയാലും ചിലപ്പോൾ കുറച്ച് കളയുമ്പോൾ ഒരു മെച്യൂർ ആണേക്കാളും മുന്നേ അത് കൊഴിഞ്ഞു പോകും. അങ്ങനെ സാഹചര്യങ്ങൾ വരാറുണ്ട്. അത് പൊട്ടാസ്യം പോലുള്ള എലമെൻറ്റുകളുടെ കുറവ് കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. അപ്പം നമ്മളിവിടെ ചെയ്യുന്നത് അങ്ങനെ ഈ എലമെൻറ്റ്സ് ഏറ്റവും ധാരാളമുള്ള
വെജിറ്റബിളിൻ്റെ വേസ്റ്റ് എടുത്തിട്ട് നമ്മളത് ഫെർട്ടിലൈസറായിട്ട് മാറ്റിയിട്ടാണ് നമ്മളത് ഉപയോഗിക്കുന്നത്. പല വെജിറ്റബിൾ വേസ്റ്റിലും പെസ്റ്റിനെ പ്രിവെൻറ്റ് ചെയ്യാനുള്ള തുരത്താനുള്ള ഒരുപാട് പ്രോപ്പർട്ടീസ് ഉണ്ട്. ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മുടെ സവാളയുടെ തൊലി പറയാം. അത് ആ സവാളയുടെ പീല് ധാരാളം ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടീസ് ഉണ്ട്. അത് കൂടാതെ തന്നെ അതിനകത്ത് ധാരാളം എലമെൻറ്റ്സ് ഉണ്ട് ഈ പൂവിടാനും അതുപോലെ തന്നെ കായ്ക്കാനൊക്കെ സഹായിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും പറയുന്നത് ഈ ടവർ കൊണ്ടുവച്ചാൽ മാത്രം പോരാ, അതിനുശേഷം നല്ല സൂര്യപ്രകാശം കിട്ടണമെന്ന് ശ്രദ്ധിക്കണം. അതുപോലെ ദിവസവും നമ്മൾ അതിന് ഈ പറയുന്ന ഫെർട്ടിലൈസേഴ്സ് കൊടുക്കണം. ഈ ഒരു കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നല്ല ഈൽഡ് കിട്ടും. നമ്മളിവിടെ അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, നമുക്ക് നല്ല ഈൽഡ് കിട്ടുന്നു. ഇവരുടെ പോട്ടിംഗ് മിക്സ് നമുക്ക് ഇവിടെ തന്നെ വന്ന് വാങ്ങിക്കാം. 1 കിലോയുടെ പോട്ടിംഗ് മിക്സിന് 50 രൂപ തുടങ്ങിയാണ് വരുന്നത്. അതും 3 തരത്തിലുള്ള പോട്ടിംഗ് മിക്സാണ്. എല്ലാ ചെടികൾക്കും ഒരുപോലെ ഒരേ രീതിയിലുള്ള പോട്ടിംഗ് മിക്സ് അല്ല വരുന്നത്. പിന്നെ അതുമാത്രമല്ല, നമ്മൾക്ക് അടുത്തൊരു വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത് ഈ ഒരു ടവർ എങ്ങനെ ഉണ്ടാക്കാം എന്നതിനെക്കുറിച്ചാണ്. അപ്പം ഏകദേശം ഒരു ഐഡിയ കിട്ടും നിങ്ങൾക്ക്. നിങ്ങൾക്ക് ഇവരെ കോണ്ടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവരുടെ പോട്ടിംഗ് മിക്സിൽ തന്നെ ഈ ഒരു ടവർ ഉണ്ടാക്കി തരുന്നതാണ്. പ്ലാന്റ്സ് സെറ്റ് ചെയ്ത് തന്നെയാണ് ചെയ്യുന്നത്. നിങ്ങളുടെ വീടിൽ വന്ന് അവർ സെറ്റ് ചെയ്ത് തരുന്നതാണ്. അപ്പം അങ്ങനെ താല്പര്യമുള്ളവർക്ക് അങ്ങനെ ചെയ്യാം. അതല്ല ഇത് ചെയ്യുന്ന രീതി കാണണം എന്നുണ്ടെങ്കിൽ അടുത്ത വീഡിയോ വരെ ഒന്ന് കാത്തിരിക്കുക. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ടവറിൽ നമ്മൾ കണ്ടു കാണും പലതരത്തിലുള്ള പച്ചക്കറികൾ നമ്മൾ വെച്ചിരിക്കുന്നത്. അപ്പോൾ ചില സമയത്ത് നല്ല കാറ്റും മഴയും ഒക്കെ ഉള്ള സമയത്ത് നമുക്ക് ഈ ഒരു ടവറിനെ വേണമെങ്കിൽ വളരെ ഈസി ആയിട്ട് മാറ്റാൻ പറ്റും. പോട്ടിംഗ് മിക്സ് ഒന്നും അത്ര ഹാർഡായിട്ടുള്ളതല്ലാത്തത് കൊണ്ട് തന്നെ ലൈറ്റ് വെയ്റ്റ് ആണ് ഇതിൻ്റെ അകത്ത് എല്ലാം ചേർത്തിരിക്കുന്നത്. അത് ജൈവ രീതിയിൽ തന്നെയാണ് കൃഷി ചെയ്തിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് നമുക്കിത് മാറ്റി വെക്കാൻ എളുപ്പമാണ്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് പൂക്കളിലുള്ള ചെടികൾ, ബന്ധിച്ചെടികൾ, അങ്ങനെയൊക്കെ ഉള്ള ചെടികൾ, അല്ലെങ്കിൽ 10 മണി ചെടികൾ, ഇതെല്ലാം ഇതുപോലത്തെ ടവറിൽ നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇവിടെ കൂടുതലും ബീട്രൂട്ടും അതുപോലെ തന്നെ പൊട്ടറ്റോ, ഉരുളക്കിഴങ്ങ് കൃഷി വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഈ ടവറിൻ്റെ പ്രത്യേകത. നല്ല ഈൽഡാണ് അതിൽ നിന്നും കിട്ടിയത്. കഴിഞ്ഞ 2 വിളവെടുപ്പിൻ്റെ സമയത്തും നല്ല ഈൽഡാണ് കിട്ടിയത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് മറക്കരുത്.